അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കപ്പ വെച്ചിട്ട് പാൽക്കപ്പ എന്ന് പറയുന്ന ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ മദറിലോ പറഞ്ഞ ഡിഷാണ്. ഉമ്മ ഉണ്ടാക്കുന്നത് പഞ്ചസാര യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ജാഗ്രി പൗഡർ, ശർക്കരയുടെ പൊടിയില്ല, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ടൊക്കെ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് അതായതിൻ്റെ പേരിൽ കഴിക്കുമ്പോൾ എനിക്ക് പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് തോന്നി. ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ തോന്നിയിട്ട് ഈ ജാഗ്രി പൗഡർ ഇട്ടപ്പോൾ. ആദ്യം ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ച കപ്പയില്ലേ, അത് ഒരു ചട്ടിയിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട്, തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലില്ല, അത് ഒഴിച്ചിട്ട് വേവിച്ച് വെച്ച കപ്പയും ഈ ജാഗ്രി പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ള. നല്ല ഓവർ മധുരം ഇഷ്ടമല്ല, അതിൻ്റെ ഒരു നോർമൽ മധുരം അനുസരിച്ചാണ് ഇട്ടിട്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ജാഗ്രി പൗഡർ ഇല്ലെങ്കിൽ പഞ്ചസാര ഇടാം, പക്ഷേ ടേസ്റ്റ് ജാഗ്രി പൗഡറാണ്. ഒരു ചോക്ലേറ്റിനൊക്കെ ഫ്ലേവർ പോലെ ഇരിക്കുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് നന്നായി വെന്ത് ആ ഒരു രണ്ടാം പാലൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് താളിക്കണം ഇതിലോട്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി താളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ പകരം ബട്ടറോ നെയ്യോ യൂസ് ചെയ്യുക. എന്തെങ്കിലും അത് തീർന്നു പോയ കാരണം ഞാൻ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ. അപ്പോൾ താളിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അതിനുശേഷം ഇത് പറ്റിയപ്പോൾ നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നാം പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി അതിലൊക്കെ പാകമാണ്, അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ താളിച്ച് വെച്ചാൽ അതും അതിലോട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.